അയ്യപ്പ സംഗമം ഇന്ന് അവിടെ നടത്തിയെങ്കിലും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തു കാണും. പങ്കാളിത്തം ഞങ്ങൾ ഒക്കെ ദൃശ്യമാധ്യമങ്ങൾ കണ്ടത് പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നാണ്. അതെന്തുവായിക്കൊള്ളട്ടെ, കേരളത്തിലെ ഭക്തജനങ്ങളെ ഒരർത്ഥത്തിൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയുള്ള ഒരു നിലപാടുകളാണ് സ്വീകരിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് എന്ന് പറയുന്നുവെങ്കിലും അതിനകത്ത് വലിയ കാര്യമായ യാതൊരു കാര്യവും നടക്കുന്നില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ ഉള്ളത് അവർ നടത്താൻ പോകുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 9.5 വർഷക്കാലമായി മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തയ്യാറാകാത്ത ആളുകളാണ് ഈ അവസാന നിമിഷം മാസ്റ്റർ പ്ലാൻ ശബരിമലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ നടപടി സ്വീകരിച്ചു പോകുന്നത്. 112 ഹെക്ടർ സ്ഥലമാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്തത്. ഈ 9.5 വർഷക്കാലം ഭരണം ഏറ്റെടുത്തിട്ട് നാളിതുവരെയും ഒരു നടപടികളും സ്വീകരിക്കാത്ത ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇന്ന് കാണിക്കുന്നത് ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്, കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. 2018 അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2018 പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് പലതും. അന്ന് അങ്ങ് കോന്നി MLA ആയിരുന്നു. ആ ഘട്ടത്തിലുണ്ടായ ഈ കേസുകളൊക്കെ പിൻവലിക്കേണ്ടതാണ്. അല്ല, കേസുകൾ പിൻവലിക്കണമെന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടു. ആ കേസുകൾ പിൻവലിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ള അന്ന് നേരത്തെ മന്ത്രിമാരായിരുന്ന ഞങ്ങൾ PJ ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പേരിൽ കേസുണ്ട്. ഞങ്ങൾ ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവിടെ പോയത്. അവിടെ പോയി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താൻ പോയി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ എല്ലാവരെയും പ്രതികളാക്കിയിട്ടുള്ളത്. തീർച്ചയായും ആ കേസിൽ ഇവരെ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഇവർ തിരുത്തി മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ഇതുവരെ ഇല്ലാത്തൊരു അയ്യപ്പ സ്നേഹത്തെ അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഇതുവരെ ഇല്ലാത്ത ഒരു അയ്യപ്പ സ്നേഹം കാണിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ദുരുദ്ദേശമാണ്. ആ ദുരുദ്ദേശത്തോടു കൂടി ഭക്തജനങ്ങളുടെ വികാരങ്ങൾ ഒപ്പിയെടുക്കാം എന്ന് അദ്ദേഹം കരുതുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി.